ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞങ്ങളുടെ നാട്ടിൽ പോയ സമയത്ത് ഇച്ചുവിൻ്റെ ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് ഞങ്ങളൊരു ട്രിപ്പ് പോയായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോ ആണ് ഇത്. ഞങ്ങളൊരു എന്താ പറയുന്നത്, ചെറിയൊരു ട്രാവലർ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. ഇത് നമ്മുടെ രമേശ് ചേട്ടനാണ്. രമേശ് ചേട്ടൻ്റെ വൈഫും 2 മക്കളും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഇത് സ്കറിയാപ്പി ചേട്ടൻ, ഇത് നമ്മുടെ സുനിത ചേച്ചി, ഈ ഫ്രണ്ടിലിരിക്കുന്ന നമ്മുടെ പോലീസുകാരനാണ് കേട്ടോ, അഭിലാഷ് ചേട്ടൻ. ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണെന്നറിയാമോ വോയിസ് ഓവർ കൊടുക്കുന്നത്? ഇതുണ്ട്, പിള്ളേരൊക്കെ പുറകിലിരുന്ന് ഹായ് യോയോ എന്നൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അത്യാവശ്യം കൈയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് വീഡിയോ എടുക്കുമെന്ന്. എൻ്റെ അടുത്ത് സെൽഫി സ്റ്റിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹെൽമോൾ ഇതുണ്ട്. വെളുപ്പിനെ തന്നെ പോകാൻ ഇറങ്ങിയോണ്ട് ഹെൽമോക്കൊക്കെ ഒരു ഉറക്കം മൂടായിരുന്നു. പക്ഷെ ബാക്കി വലിയ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനീഷേട്ടനും ചേച്ചിയും പിള്ളേരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ പൊന്തമ്പുഴ വനം. ഈ കാണുന്നതാണ് പൊന്തമ്പുഴ വനം. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ പൊന്തമ്പുഴ വനം ആണെന്ന് പറഞ്ഞത്. എന്തൊരു അടിപൊളിയാണെന്നറിയോ, ഇതിൻ്റെ നടുക്കൂടെ നമുക്ക് വണ്ടി ഓടിച്ച് പോകാൻ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, സൂപ്പറായിരുന്നു. പിന്നെ വണ്ടിയിൽ നിറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു വണ്ടി വഴി സൈഡ് നിർത്തിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് വണ്ടി സൈഡിൽ ഒതുക്കുന്നതായി കാണുന്നത് കേട്ടോ. കഴിഞ്ഞ മാർച്ചിൽ നാട്ടിൽ വന്ന സമയത്താണ് കേട്ടോ ഈ ട്രിപ്പ് പോയത്. അപ്പോൾ ഇച്ചുവിൻ്റെ കൂട്ടത്തിൽ പഠിച്ചവരാണ് അവരും. പഠിച്ചവർ അവരുടെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്.
അപ്പോൾ എല്ലാ വർഷവും ഞങ്ങൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലൊരു ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്, ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഇനി ഞങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊല്ലം മൺട്രോത്തുരുത്തിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോയത്. അത്യാവശ്യം നല്ല ചൂടായിരുന്നു. വണ്ടിയിനകത്തോട് നമ്മൾ AC ഒക്കെ ഇട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ഈ റോഡൊക്കെ ഒന്ന് കാണിച്ച് പോകാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഈ റോഡൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ട്രിപ്പായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾ തൊട്ട്, അതായത് ഹേബൂട്ടനാണ് ഇതിൽ ഏറ്റവും ചെറിയ ആൾ. ഹേബിൽ തൊട്ട് നമ്മുടെ ഏറ്റവും പ്രായമുള്ള ആൾ വരെ ശരിക്കും പറഞ്ഞാൽ പോകാൻ ഞങ്ങൾ ഇറങ്ങിയ സമയം തൊട്ട് തിരിച്ചു വരുന്ന ആ ഒരു മിനിറ്റ് വരെ ഞങ്ങൾ എല്ലാവരും നല്ലതുപോലെ എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങൾ പിന്നെ കൊല്ലം ബീച്ചിലൊക്കെ പോയി. ആ വീഡിയോ ഒക്കെ വരുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഒരുപാട് പേരെ കാണാൻ പറ്റി, ഒരുപാട് സ്ഥലങ്ങൾ പുതുതായിട്ട് കാണാൻ പറ്റി. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ എന്ത് ഹാപ്പിയായിരുന്നു. ഹെയ്ഡൊക്കെ ഫുള്ളി എക്സൈറ്റഡ് ആയിരുന്നു, കാരണം കടലിൽ ഇറങ്ങാൻ പറ്റുക, എന്താ പറയുക, അവിടെ പട്ടം പറത്താൻ പറ്റുക, ഇതൊക്കെ അവർക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്ത ട്രിപ്പായിരുന്നു. അപ്പം ഞങ്ങൾ വെളുപ്പിന് തന്നെ ഇവിടുന്ന് പോയി. അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഒരു ചെറിയ ചായ കുടിക്കുന്നത്, ഈ പള്ളി ഏതാണെന്നറിയാവുന്നവരൊന്ന് കമൻറ്റ് ഇടണേ. അപ്പോൾ ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചു. വഴിയിൽ നിന്ന് നമ്മൾ ചായയൊക്കെ കരുതിയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ എല്ലാവരോടും വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അത് സിൻസി ചേച്ചിയുടെ കയ്യിലിരുന്ന് ഹെബൂട്ടൻ അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇച്ചുവിൻ്റെയൊക്കെ പഴയ കോളേജിലെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ആയതുകൊണ്ട് വലിയ ചൂടില്ലായിരുന്നു, പക്ഷേ ഒരു ഉച്ച സമയമൊക്കെ ആയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്നാലും ആ ചൂടൊന്നും ഞങ്ങളുടെ ട്രിപ്പിനെ ബാധിച്ചില്ല. ഞങ്ങളെല്ലാവരും ഫുൾ ടു എൻജോയ്മെൻറ്റ് മൂഡിലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ട്രിപ്പ് ഒരു സക്സസ് ആയിരുന്നു കേട്ടോ. അപ്പം ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നാട്ടിൽ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ല ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ട് ഒരു 1 ഡേ ട്രിപ്പോ ഒരു 2 ഡേ ട്രിപ്പോ ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ എപ്പോഴും ഞാൻ മറ്റുള്ളവരോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്താ പറയുക, നമ്മളൊരുപാട് സ്ട്രെസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം നമുക്കൊരു ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു അതായത് ഒരു റിലാക്സേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെയുള്ള ട്രിപ്പുകളൊക്കെ നമുക്ക് ഒത്തിരി ആശ്വാസമാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ നിർത്തിയാണ് കഴിച്ചത്. ആ വീഡിയോയിലൊക്കെ എത്തുന്നതേ ഉള്ളൂ കേട്ടോ. മാക്സിമം ഞാൻ മ്യൂസിക് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, വോയിസ് ഓവർ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്ത് അത്യാവശ്യം മ്യൂസിക് ഇട്ടിരുന്നു കേട്ടോ. പിള്ളേർക്കൊക്കെ ഡാൻസ് കളിക്കാനും ഒക്കെ ആയിട്ട്. ഫുൾ ടൈം വർത്താനം പറച്ചിലാകുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ബോറടിക്കില്ലോ എന്ന് വിചാരിച്ചിട്ടേ ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. എല്ലാവരും പോയി കഴിയുന്നു. ഞങ്ങൾ വലിയ ജാറിൽ വെള്ളമൊക്കെ കരുതിയിരുന്നു കേട്ടോ. ഹെബൂട്ടൻ അപ്പോഴും ഉണർന്നിരുന്നില്ല. പിന്നെ ഹെബൂട്ടൻ ഓൾറെഡി നമ്മൾ അത്യാവശ്യം ഏത്തയ്ക്ക പുഴുങ്ങിയതും അതുപോലെ തന്നെ കുറുക്കുമൊക്കെ നമ്മൾ കരുതിയിരുന്നു കേട്ടോ. ഈ കുഞ്ഞാവ നമ്മുടെ അനീഷേട്ടൻ്റെ കുഞ്ഞാവയാണ് കേട്ടോ, ഇളയാൾ. ഇത് അനീഷേട്ടൻ്റെ വൈഫാണ്. അങ്ങനെ എല്ലാവരും ഇതെൻ്റെ കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കേട്ടോ കാണുന്നത്. എല്ലാവരുടെ ഇഷ്ട വിഭവമായ പൊറോട്ടയായിരുന്നു കേട്ടോ. കിളമ്പൊക്കെ കേടാ, അപ്പം കറിയൊന്നും വേണ്ടായിരുന്നു, കാരണം അവരങ്ങനെ അധികം എരിവുള്ള കറികളൊന്നും അവർ കഴിക്കില്ല. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണെന്ന് കേട്ടോ. എല്ലാവരും അവരവർക്ക് കിട്ടിയ ചെറിയ ചെറിയ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ലൊരു വൈബായിരുന്നു. ഈ ചായ എടുത്തു തരുന്ന ആളാണ് കേട്ടോ നമ്മുടെ സ്കറിയാപ്പി ചേട്ടൻ. സ്കറിയ എന്നാണ് കേട്ടോ ചേട്ടൻ്റെ പേര്. ഇത് അഭിലാഷ് ചേട്ടൻ പോലീസിലാണ് കേട്ടോ. പിന്നെ അഭിലാഷ് ചേട്ടൻ്റെ വൈഫാണിത്. ഇത് നമ്മുടെ രമേശ് ചേട്ടൻ. പിന്നെ നമ്മുടെ അനീഷ് ചേട്ടൻ എവിടെ? അനീഷ് ചേട്ടനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതെല്ലാവർക്കും ചായ എടുത്ത് ഓരോരുത്തർക്കായിട്ടേ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്യാവശ്യം നല്ല ചൂടുള്ള ചായയും, അതായത് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചുകൊണ്ട് അത്യാവശ്യം നല്ല ചൂടുള്ള എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ വീണ്ടും കയറാൻ തുടങ്ങുന്ന കേട്ടോ കാണുന്നത്. അപ്പോഴാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു ചർച്ച അവിടെ വന്നു. നമുക്കെല്ലാവർക്കും കൂടെ ഒന്നൊരു ഫോട്ടോ ഒക്കെ എടുത്താലോ എന്ന്. അങ്ങനെ ഇതേണ്ടേ നല്ല രസമായിരുന്നു കേട്ടോ. എന്താ പറയുന്നത്, ഒരു ശാന്തമായ ഒരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴത്തേക്ക് ഹെബൂട്ടൻ എഴുന്നേറ്റു. ഇതേണ്ടേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നു. ആ സ്ഥലങ്ങളൊക്കെ കാണാൻ പോകുന്നതാണ് കേട്ടോ കാണുന്നത്.
സുനിത മോളെ ഒരു ഹായ് പറഞ്ഞിട്ട് പോ. സുനിത മോളെ ഒരു ഹായ് പറഞ്ഞിട്ട് പോ. അങ്ങനെ പൊന്മാൻ സിനിമ കഴിക്കുക. ഓക്കെ പൊന്മാൻ സിനിമ കാണുന്നതാണ് കേട്ടോ. മൺട്രോത്തുരുത്ത് ചേട്ടാ ഇത് എത്ര ദൂരത്താ? എത്ര ദ്വീപുകൾ? 9 ഐലൻഡാ. 9 ഐലൻഡ്. 9 ഐലൻഡ്. മൺട്രോ ഐലൻഡ് എന്ന് പറയും. ഇത് നേരത്തെ 2 രാജ്യത്തിന്റെ അതിർത്തിയാണ്. ഓക്കെ. ഇത് കൊച്ചിയുടെ തിരുവിതാംകൂറുണ്ട്. 2 രാജ്യത്തിന്റെ അതിർത്തിയായിരുന്നു മൺട്രോത്തുരുത്ത്. 9 ഐലൻഡ്. 9 ഐലൻഡിൽ 4 ഐലൻഡിൽ വണ്ടി ചെല്ലത്തില്ല. ഒരു ഐലൻഡിൽ 420 സ്കൂളുണ്ട്, 420 വീടുണ്ട്, ഒരു സ്കൂളുണ്ട്, 2 അമ്പലം, 2 പള്ളിയുണ്ട്. അവിടെയാണ് ഡച്ച് പള്ളി എന്ന് പറയുന്നത്. ഡച്ച് പള്ളി മൺട്രോ സാഹിബിന്റെ ഒരു പള്ളിയുണ്ട്. അവിടുത്തെ മാതാവിന്റെ രൂപം എന്ന് പറയുന്നത് താമര പൂവിനകത്ത് ഭൂമി നിർത്തി ഭൂമിയുടെ വരെ സാരി ഉടുത്ത് പുട്ടിട്ട് നിൽക്കുന്നത്. പിന്നെ ഒരു യേശുവിന്റെ ഒരു കുട്ടി യേശുവിന്റെ രൂപമുണ്ട്. അവിടെ നേർച്ചയായിട്ട് നൽകുന്നത് സാരിയും പ്രാക്കും കൊണ്ടുള്ളത്. അല്ലെങ്കിൽ ഞായറാഴ്ച ദിവസം പായസം വെച്ചാണ്. അവിടെ നിങ്ങൾക്ക് ഇപ്പം അവിടെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് വണ്ടി ചെന്നിട്ട് പേഴുന്തുരുത്തുണ്ട്. ഇപ്പൊ ഈ റൂട്ട് അങ്ങനെ പോകുമ്പോൾ പേഴുന്തുരുത്തുണ്ട്. പേഴുന്തുരുത്ത് ചെന്നിട്ട് അവിടുന്ന് റെയിൽവേ ക്രോസ് കഴിഞ്ഞ് അപ്പുറം ചെന്ന് ആ ഡച്ച് പള്ളിയിട്ട് സെൻട്രൽ കായലില്ല ചെല്ലുന്നത്. അഷ്ടമുടി കായലിന്റെ സെൻട്രൽ കായൽ. അവിടുന്ന് ഇച്ചിരി അങ്ങോട്ട് ചെല്ലുമ്പോൾ കടലിലോട്ട് ഇറങ്ങുന്നതാണ്. അവിടുന്ന് കുറച്ചുകൂടി പോകുമ്പോൾ ചാമ്പ്രാണി പിടിക്കും. നേരത്തെ വണ്ടി ഇവിടെ വരെ ഉള്ളായിരുന്നു. ഇപ്പം വണ്ടി മൊത്തം 4 ഐലൻഡിൽ 5 ഐലൻഡിൽ വണ്ടി ചെല്ലും. നല്ല അടിപൊളി സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ വേൾഡ് തലത്തിൽ കരിമീൻ കിട്ടുന്ന ഒരു കായലാണ് കാഞ്ഞിരോട്ട് കായൽ. നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് പോകാൻ പോകുന്ന കായൽ. അഷ്ടമുടി കായൽ 3 ടേസ്റ്റാണ് വേൾഡ് തലത്തിൽ ഏറ്റവും. ഞണ്ട്, കൊഞ്ച്, കരിമീൻ, ഇത് 3 ഞണ്ട് എന്ന് പറയുന്ന 3000 വരെ വിലപിടിപ്പുള്ള ഞണ്ടുണ്ട് കേട്ടോ. 3000 വരെ വിലപിടിപ്പ്. താങ്ക് യു സോ മച്ച്. മറ്റേ വോട്ടും നിങ്ങൾ അങ്ങനെ മണിമല സ്റ്റേഷനിൽ നിന്ന് 4, 5, 6, 7, 8 ഒരാളുണ്ട്. മറ്റേ അവനോട് വരുന്നുണ്ട്. ഞാൻ വീണാൽ എനിക്ക് മുങ്ങാതിരിക്കാനുള്ള സാധനം തന്നിട്ടുണ്ട്. നീ എങ്ങോട്ടാ? ഒരു സാധനം ഇടാണ്ട് കേട്ടോ. ഒരു സാധനം ഇടാണ്ട് കേട്ടോ. ഉടുപ്പ് ഇടാണ്ട് ഓർക്കോട്ടെ. കണ്ടല്ലേ കണ്ടല്ലോ. ചേട്ടാ ഇതെങ്ങനെ ഇടും? അത്ര കേറിയാൽ മതി. എന്തോ ഇച്ചിരി പിടിച്ചു. അല്ല ഇപ്പഴത്തെ ഇവിടെ ഇങ്ങോട്ട് തിരി. അതിന് ആ ക്ലിപ്പം കിട്ടാ മതി. ഒരെണ്ണം കിട്ടാ മതി. മൊത്തം കിട്ടോ. ഇനി എങ്ങനെ മീനെങ്കിലും എനിക്ക് എത്തുമില്ലേ ഇപ്പം. എന്റെ മതി മതി മതി. ഞങ്ങളൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ വീഡിയോക്കകത്ത്. എല്ലാരും ഉണ്ട്. ചേച്ചി പേടിക്കണ്ട. ചേച്ചി ഓർക്കും ഇതിനെ എപ്പോ എടുത്തെന്ന് വിചാരിക്കുന്നില്ല. ഞാനത് കണ്ടില്ല. നീ അതൊക്കെ പണിയെടുക്കുകയാണോ? ഞാനുണ്ട്. പിന്നെ ചേട്ടാ ഇത് ഇവനെ ഈ തുഴയിലൊക്കെ പിടിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ പോയി ഞാൻ ചാടുവല്ലോ. എനിക്ക് വയ്യ. നീ തിരിക്കാവോ? ചേച്ചിക്ക് പിള്ളമാരൊക്കെയല്ലേ കിട്ടണ്ടേ? എന്നാലും കുഴപ്പമില്ല.
അയ്യോ ചേച്ചി എല്ലാവർക്കും തൊപ്പിയുള്ളൂ. കൊറേ കൊല്ലം വെള്ളം ഊന്നിയതാ. പണ്ട് ഓർക്കുന്നുണ്ടോ അഭിലാഷേ? നമ്മളാ മീൻ പിടിക്കാൻ പോയിട്ട് വെള്ളത്തിൽ ഒഴുകി പോയി. അങ്ങനെ മൺട്രോത്തുരുത്തിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ അങ്ങനെ മൺട്രോത്തുരുത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ അഭിലാഷ് പോലീസ്, സുനിത ചേച്ചി നമ്മുടെ എല്ലാ ആവശ്യമുള്ള ചേച്ചി പഞ്ചായത്തിലെ എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടുക. സ്പെഷ്യൽ പോലീസ്. ഇത് അഭിലാഷ് ചേട്ടന്റെ മൂത്ത മോള്, ഇത് ഞങ്ങളുടെ കൊച്ച, ഇത് ഇളയ കൊച്ച, രണ്ടാമത്തെ കുഞ്ഞ്, ഇത് അഭിക്കുട്ടൻ, നീന്തൽ വിദഗ്ധനാണ്. ഹേഡാപ്പി എന്തേ? ഹേബിലൂട്ടൻ. പിള്ളേരെ വെള്ളം തുഴയുന്നോണ്ട് നീ പിടിച്ചോ? ഞാൻ ആദ്യം ഒരു റീക്യാപ്പ്. താറാവ് പിടിച്ചേ. ഹെലമോളെ ഡക്ക്. അതിനകത്ത് ചാടേണ്ടി വരും. ഫോണിൽ പോർട്രേറ്റ് പിടിച്ച കേട്ടോളാം. ഉണ്ടോ? ഇല്ലാണ്ട് പോകുന്നു. ഇപ്പൊ 4ാമത്തെ പ്രാവശ്യം ചോദിക്കുന്ന പേര്. അടിപൊളി വെള്ളമല്ലേ? ഒരു മുക്കോന്റെ അങ്ങനെ നമ്മുടെ അഭിലാഷ് മാമൻ ഇതാ വള്ളം ഊന്നുകയാണ്. നമ്മളെല്ലാം കുളിപ്പിക്കും ഇപ്പൊ. വരുന്നു പോലീസുകാരൻ തുഴയിലെല്ലാം കഴിഞ്ഞ് വരുന്നുണ്ട്. കണ്ടോ? ചേട്ടാ ഇത് ഈ കാണുന്നതാണ് ഒതളങ്ങ. തേങ്ങ, അതാ ഒരു തേങ്ങ. ബീച്ചല്ല, നമ്മളിതിൻ്റെ അകത്തോട്ട് കയറി. തോടുണ്ട്, ചെറിയ തോടിൻ്റെ അകത്തോട്ട് കയറും. അവിടെ ഇരുന്നേ. അതാ നമ്മൾ നടുക്കില്ല, സൈഡിൽ ഇരിക്കല്ല, നടുക്ക് പോയിരുന്നേ. ഓക്കെ.
ചേട്ടായി കൊടുത്തേ. ചേട്ടായിക്ക് വെള്ളമോ? ചേട്ടായിക്ക് സ്പ്രൈറ്റ് കൊടുത്തടി. അവിടെ ഒക്കെ വലിയ കടുത് കണ്ടോ? കായൽ കണ്ടോ? അതാ പറഞ്ഞ കായൽ. അങ്ങോട്ട് പോവാ. അഷ്ടമുടിക്കായൽ. അയ്യോ ഉപ്പാടാ മൊത്തം. അയ്യടാ ഉപ്പാടാ മൊത്തം. ഉപ്പ മരയൊക്കെ ഇരുന്നേ. എന്നെ അവിടെ ഇരിക്കേ. ഇതിന് മുഖം കഴിക്കും. ഞാൻ മുഖം കഴി ഭയങ്കര ബീച്ചിൽ പോകുന്നില്ല. ബീച്ചിൽ പോകുന്നില്ലേ? ബീച്ച് വൈകുന്നേരം ഉച്ചക്ക് വീട്ടിൽ കയറ്റുവോ? ചാട്ടൊക്കെ ചൂടുന്നു. വെയിറ്റ് ഇപ്പോഴല്ലേ ഇറങ്ങണേ? അവിടെ ചേട്ടൻ വണ്ടി നിർത്തുമ്പോ വെള്ളം നിർത്തുമ്പോ ഇറങ്ങും. നമുക്കപ്പോ ഇറങ്ങാം വെള്ളത്തിനകത്തോട്ട്. കൊച്ചിനെ പിടിക്കടാ. അതെ എന്തോ ജാക്കറ്റ് മഞ്ഞത്തൊപ്പി എവിടാ? ചെറുതാണോ? കുഞ്ഞിന് പറ്റുന്നതാണോ? ആടാ എന്നാ അവൻ താഴെ പിടിച്ചോ. എടുക്കുന്നുണ്ട്. ചെറുതിന്റെ സന്തോഷം കാണാം. അങ്ങോട്ട് ചെറുതിന്റെ സന്തോഷം കാണാണ്ട്. ചാർജ് ചെയ്തോണ്ട് പറയണ്ട എന്റെ ബ്ലോഗറെ. വഴിയൊന്ന് എടുത്തോട്ടെ. ഇപ്പൊ കാണാം.
പാട്ടൊക്കെ ഇത് ഹൗസ് ബോട്ട് പോലീസുകാര് മറ്റേ ഭയങ്കര അവിടെ ഇരുന്ന പിള്ളേരെ ഇരുന്നോടാ. ഇനി കായലാ കേട്ടോ, അടങ്ങി ഇരുന്നോണം. കായലാ അവളൊക്കെ പോയിട്ട് വേമ്പനാട്ടുകായലല്ലടാ, അഷ്ടമുടി. മോനെ ഒരു ബിസ്ക്കറ്റ് കൊടുക്കാൻ വെച്ച്. ഇല്ല കിട്ടി കിട്ടി. ഇച്ചിരി ഉപ്പരസം കാണുമല്ലോ, കഴിച്ചോ. അഭിലാഷേ ഇത് ഏത് കായലാണ്? അഷ്ടമുടി കായലാണിത്. ഇതാണ് കേരളത്തിലെ സെക്കൻഡ് ലാർജസ്റ്റ് ലേക്ക്. അതൊന്നും കുടിക്കണ്ട. ഇതാണ് കണ്ടല്ലേ? ഇവിടെ ഫുള്ള് ചതുപ്പായിരിക്കും അല്ലേ? അമ്മന് വെണ്ണുണ്ട്, അമ്മന് വെണ്ണുണ്ട്. സൂപ്പറാണോ? സൂപ്പറാണോ ബോട്ടിങ്? അങ്ങനെ കുറേ നേരത്തെ ബോട്ടിങ്ങിന്, അതായത് വള്ളത്തിലൊക്കെ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് മൺട്രോത്തുരുത്ത് എത്തി. ഒരു കരിക്കൊക്കെ കുടിച്ച് കുറേ നേരം അവിടെയൊക്കെ വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ വിചാരിച്ച് കുറച്ച് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അങ്ങനെ അഷ്ടമുടിക്കായലിലെ രുചിയേറും വിഭവങ്ങളിൽ ഞങ്ങൾ കയറുന്ന ആട്ടോ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ നിന്ന് ഇറങ്ങി. ആക്ച്വലി ഇവിടുന്ന് പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വീണ്ടും വള്ളത്തിൽ കയറി വേണം കേട്ടോ പോകാനായിട്ട്. ഞാൻ കുറച്ചും കൂടെ ഒന്ന് ലൈവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എല്ലാവരുടെയും കോൺവെർസേഷൻ ആസിറ്റിട്ടുണ്ട്, അധികം മ്യൂസിക്കൊന്നും കൊടുക്കാതെ. അതുപോലെ തന്നെ നിങ്ങൾ ആരും പേടിക്കേണ്ട, എൻ്റെ ആ ശബ്ദം അന്ന് എനിക്ക് കോൾഡ് പിടിച്ചിട്ട് എൻ്റെ വോയിസെല്ലാം ഫുള്ള് പോയിരുന്നു. അതുകൊണ്ടാണ് ഭയങ്കര ഗാംഭീര്യ വോയിസ്. ഇപ്പോഴത്തെ ഞാനിപ്പോൾ റെക്കോർഡ് ചെയ്യുന്നൊരു വോയിസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഓക്കെ ആയി. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞത്തേക്കും കുട്ടികളൊക്കെ ഊഞ്ഞാലേ കിടന്ന എന്താ പറയുന്നത്, ഊഞ്ഞാലാടുകയും പിന്നെ പല രീതിയിലുള്ള എൻജോയ്മെൻറ്റുകളൊക്കെ ആയിരുന്നു കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ. ഇത് നമ്മുടെ ഡ്രൈവർ ചേട്ടനാണ് കേട്ടോ. പുള്ളിക്കാരനെ നമ്മുടെ കൂടുതൽ കട്ടയ്ക്ക് നിന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കൊഞ്ചും അതുപോലെ കരിമീനും ഒക്കെ ഓർഡർ ചെയ്തു. വേണ്ടേ, നമ്മുടെ കറിയാപ്പി ചേട്ടനും കൊച്ചിനെ ഊഞ്ഞാലിലാട്ടുന്നു. അങ്ങനെ നോക്കിയപ്പോൾ നമ്മുടെ പോലീസുകാരനൊരു ചെറിയ മോഹം, ഒന്ന് ഊഞ്ഞാലിലാടിയാലോ ഒന്ന്. അങ്ങനെ അഭിലാഷേട്ടനൊക്കെ ഇതെൻ്റെ ഊഞ്ഞാലാടുന്ന കേട്ടോ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ചെന്ന എല്ലാവരും തന്നെ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തായിരുന്നു ആ ഊഞ്ഞാലിലിരുന്ന് ഒന്ന് ആടി. ഇതെൻ്റെ ഇച്ചു ഇതെൻ്റെ എന്താണ് ഉദ്ദേശിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഹേഡാപ്പിനെ ഈ ഒരു ഊഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ചുറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്കത് കയറാൻ ഭയങ്കര പേടിയായിരുന്നു. എനിക്ക് പേടിയായിരുന്നു കേട്ടോ, ആരെങ്കിലും പോയി ഇടിച്ചിങ്ങനെ. ഞങ്ങളെന്നാ ഇവിടെ ഇരുന്നോളാം.
ആക്ച്വലി ഇതാണ് കേട്ടോ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത്. പക്ഷേ ഫുഡ് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും പെട്ടെന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഫുൾ വീഡിയോ പിടിക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചത്. ആ വരുവാണേ. മൺട്രോത്തുരുത്തിൽ നിന്ന് ഞങ്ങൾ നേരെ എത്തിയത് കൊല്ലം ബീച്ചിലേക്കാണ് കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ നമ്മൾ പട്ടം വാങ്ങിച്ചു. കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ അവിടെ ആൾക്കാർ പട്ടം പറത്തുന്ന കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി. അപ്പോൾ അവരുടെ ഒരു കൗതുകം കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മൾ അവർക്കും പട്ടം വാങ്ങിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ ഇതേണ്ട ജാനിക്കുട്ടി പട്ടം പറത്തുന്നതാണ് കേട്ടോ കാണുന്നത്. കടൽത്തീരത്ത് ഒരുപാട് ഈ ഒരു ആൻറ്റിയാണ് കേട്ടോ പട്ടം വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ തന്നെ എല്ലാ കുട്ടികൾക്കും തന്നെ എനിക്ക് തോന്നുന്നു ഹെലനും കേബിളിനും ഒഴിച്ച് ബാക്കി എല്ലാവർക്കും തന്നെ ഓരോ പട്ടം വാങ്ങിച്ച് കൊടുത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ണൊക്കെ കണ്ടപ്പോൾ തന്നെ ഹെലമോൾ ഫുൾ ഹാപ്പിയായി. അവളും ഹേഡാപ്പിയും മറ്റു പിള്ളേരെല്ലാവരും അവിടെ വെള്ളത്തിലും ആ മണ്ണിലും എല്ലാം ഭയങ്കര കളിയായിരുന്നു കേട്ടോ.
ബീച്ചിൽ കുറേ സമയം സ്പെൻഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ കുറേ സമയം പട്ടമൊക്കെ പറത്താനായിട്ട് അവിടെ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ടയേർഡായി. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി കൈയും കാലുമൊക്കെ കഴുകി വൃത്തിയായി. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ഷോപ്പിൽ വന്നിട്ട് ചായ കുടിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. ചായയും സ്നാക്സും. ദിവസം മൊത്തം ഹേവലൂട്ടൻ എല്ലാവരുടെയും കൈക്കൂടെ പോയി കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇത്രയും ലെങ്തിയായിട്ട് എടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഹേവലൂട്ടനായിരുന്നു കേട്ടോ. ഞാൻ വീണ്ടും പറയുവാണ്, ഞാൻ എന്തുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഷോപ്പിലും അവർ മ്യൂസിക് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കയറിയ ചെറിയൊരു ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാസ്സൊക്കെ എടുത്തിട്ട് പോയിട്ട് പ്ലേ ഏരിയയിൽ വിടാമെന്ന് വിചാരിച്ചു. ഈ ഒരു ട്രാവലറിനാണ് കേട്ടോ ഞങ്ങൾ പോയത്. പിന്നെ ഞങ്ങൾ അവിടെ കടലിൽ ചെന്ന സമയത്ത് എന്താ പറയുക, അവിടെ നിന്ന് വാങ്ങിച്ച പട്ടമൊക്കെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയായിരുന്നു. വെറുതെ ഇത് പറത്തേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ നമ്മളത് ചുറ്റിക്കെട്ടി പൈസ മുടക്കി വാങ്ങിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പ്ലേ ഏരിയയിലെത്തി. പിള്ളേരെല്ലാം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എല്ലാവരെയും ഓരോ പ്രാവശ്യമെങ്കിലും ഓരോ റൈഡിൽ കയറ്റാമെന്നുള്ള രീതിയിലാണ് നമ്മൾ പോയത്. അങ്ങനെ കുട്ടികളെല്ലാവരും എൻജോയ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇറങ്ങി രാത്രിയായിട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ അടിപൊളി പാട്ടൊക്കെ ഇട്ട് ഫുള്ള് ഡാൻസൊക്കെ കളിച്ച് സെറ്റായി. അതിനിടയ്ക്ക് നമ്മൾ ഹെബൂട്ടനൊക്കെ ഒന്ന് ഫ്രഷപ്പ് ആക്കി എടുത്തിരുന്നു. അടിപൊളി ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര അടിപൊളി ട്രിപ്പില്ലായിരുന്നു, അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം അങ്ങനെ എല്ലാവരും ഫുൾ എൻജോയ് ഒക്കെ ചെയ്ത് ഞങ്ങളെല്ലാം ഡാൻസൊക്കെ കളിക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ ഞാൻ ഇടയ്ക്ക് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിക്കകത്താണെങ്കിൽ ഫുള്ള് കളറെല്ലാം ഇങ്ങനെ മാറി പല പല ലൈറ്റ്സുകളും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും പിള്ളേർ ഫുൾ എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. എല്ലാവരും ആരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തുന്നിടം വരെ ആരും ഉറങ്ങിയില്ല.
ഞങ്ങൾ പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോന്നു. ഈവൻ ഈ പാട്ടിനിടയ്ക്ക് ഹേവലൂട്ടം പോലും ഉറങ്ങിയില്ല കേട്ടോ. പിന്നെ എന്താ പറയുന്നത്, ഞങ്ങൾ പുറത്തുനിന്ന് ഡിന്നർ കഴിച്ചു. കാരണം വീട്ടിൽ പോയിട്ട് പിന്നെ എല്ലാവർക്കും കുക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ ടാസ്ക്കായിരുന്നു. അങ്ങനെ ആരും മടുത്തു എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ഫുൾ എൻജോയ് ചെയ്തെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇത് ഞങ്ങളുടെ ഒരു ഫുൾ ഡേ ട്രിപ്പാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് രാവിലെ ഒരു 6:30-ക്ക് ഞങ്ങൾ പോയിട്ട് ഏതാണ്ട് രാത്രി 10-10:30 വരേക്കും ആയി ഞങ്ങൾ തിരിച്ചെത്തുമ്പോഴത്തേക്കും. ആ ഒരു ടൈം പീരീഡിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെയുള്ളതാണ് കേട്ടോ ഞാനിങ്ങനെ റെക്കോർഡ് ചെയ്യാനായിട്ട് നിങ്ങളെ കാണിക്കാനായിട്ടൊക്കെ ശ്രമിച്ചത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചൂടുള്ള സമയത്ത് പോയതുകൊണ്ട് ഞങ്ങൾക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, ചൂടിൻ്റെതായ പ്രശ്നങ്ങൾ. പിന്നെ അതെല്ലാം അങ്ങ് ഓക്കെ ആയിട്ടോ, നമ്മൾ അതിനോടൊക്കെ അങ്ങ് അഡ്ജസ്റ്റായി. അടിപൊളി ട്രിപ്പായിരുന്നു, വള്ളത്തിൽ പോകുന്നതും എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 2 വള്ളം ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ അവിടെ നിന്നിരുന്ന ആൾക്കാർ ഞങ്ങൾക്ക് ആ ഒരു തുരുത്തിനെ പറ്റി കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വർഷവും ഞങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നതാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എല്ലാവരും എന്താ പറയുന്നത്, എല്ലാവരുടെയും അവധിയൊക്കെ നോക്കി നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യും. അത് മാക്സിമം നമ്മൾ നല്ലൊരു ട്രിപ്പാക്കി എടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ പ്രാവശ്യവും അടിപൊളി ട്രിപ്പായിരുന്നു. അപ്പം ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ആരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം.